ഹെലികോപ്റ്റർ യാത്രയെ ചൊല്ലിയ വിവാദത്തിൽ വിശദീകരണവുമായി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. വന്ദേ ഭാരതിൽ യാത്ര ചെയ്യാനായിരുന്നു ആദ്യം തീരുമാനിച്ചിരുന്നതെന്നും നിക്ഷേപക സംഘത്തിന്റെ അഭ്യർത്ഥന പ്രകാരം ഹെലികോപ്റ്ററാക്കിയെന്നും വി.ഡി. മുൻ മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ യാത്രയെ താൻ ഒരിക്കലും വിമർശിച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രി. സ്വകാര്യ ആവശ്യത്തിനായാണ് ഹെലികോപ്റ്റർ യാത്ര നടത്തിയതെന്ന ആരോപണങ്ങൾക്ക് കൃത്യമായ മറുപടിയുമായി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ഔദ്യോഗിക ആവശ്യത്തിന്റെ ഭാഗമായാണ് ഹെലികോപ്റ്റർ ഉപയോഗിച്ചതെന്നും സംസ്ഥാനത്തിന് ഗുണകരമാകുന്ന നിക്ഷേപ ചർച്ചകൾക്കായുള്ള യാത്രയായിരുന്നു അതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നതിനിടെയാണ് മുഖ്യമന്ത്രി വിഷയത്തിൽ വിശദീകരണം നൽകിയത്. ഒരു നിക്ഷേപക സംഘവുമായി കൂടിക്കാഴ്ച നടത്താനായിരുന്നു യാത്രയെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. ആദ്യം വന്ദേ ഭാരതിൽ യാത്ര ചെയ്യാനാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നതെന്നും എന്നാൽ നിക്ഷേപക സംഘം നിശ്ചയിച്ചതിലും നേരത്തെ കൂടിക്കാഴ്ച നടത്തണമെന്ന് ആവശ്യപ്പെട്ടതോടെയാണ് ഹെലികോപ്റ്റർ ഉപയോഗിക്കേണ്ട സാഹചര്യമുണ്ടായതെന്നും അദ്ദേഹം വിശദീകരിച്ചു. ഹെലികോപ്റ്റർ ഉപയോഗിച്ചതിലൂടെ സർക്കാരിന് അധിക സാമ്പത്തിക ബാധ്യത ഉണ്ടായെന്ന വിമർശനവും അദ്ദേഹം തള്ളിക്കളഞ്ഞു. ഹെലികോപ്റ്റർ ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും കരാർ പ്രകാരം ഏകദേശം 80 ലക്ഷം രൂപ നൽകേണ്ട സാഹചര്യമാണുള്ളതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നു. അതിനാൽ ഹെലികോപ്റ്റർ ഉപയോഗിച്ചതുകൊണ്ട് അധിക ചിലവ് ഉണ്ടായെന്ന ആരോപണം വസ്തുതകൾക്ക് നിരക്കുന്നതല്ലെന്നാണ് അദ്ദേഹം എടുത്തു പറയുന്നത്. ഈ യാത്രയെ മുൻ മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ യാത്രയുമായി താരതമ്യം ചെയ്യുന്ന വിമർശനങ്ങൾക്കും വി.ഡി. മറുപടി നൽകി. മുൻ മുഖ്യമന്ത്രിയുടെ യാത്രകളെ വ്യക്തിപരമായി താൻ ഒരിക്കലും വിമർശിച്ചിട്ടില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിലെ യാത്രയും ഒരു രാഷ്ട്രീയ പരിപാടിക്കോ പാർട്ടി ആവശ്യത്തിനോ വേണ്ടിയുള്ളതല്ലെന്നും പൂർണ്ണമായും ഔദ്യോഗിക ചുമതലയുടെ ഭാഗമായിരുന്നുവെന്നും മുഖ്യമന്ത്രി പറയുന്നു. ഞാൻ പാർട്ടി സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോയതല്ല. സംസ്ഥാനത്തിന് നിക്ഷേപം ആകർഷിക്കാനും വികസനത്തിന് സഹായകമാകുന്ന ചർച്ചകൾ നടത്താനുമാണ് യാത്ര നടത്തിയത്. സർക്കാർ താൽപര്യം മുൻനിർത്തിയാണ് എല്ലാ തീരുമാനങ്ങളും എടുത്തതെന്നാണ് മുഖ്യമന്ത്രിയുടെ വിശദീകരണം. എന്നാൽ കൂടിക്കാഴ്ച നടത്തിയ നിക്ഷേപക സംഘത്തിന്റെ പേരെന്താണെന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മുഖ്യമന്ത്രി വ്യക്തമായ മറുപടി നൽകിയില്ല. ആ ഗ്രൂപ്പിന്റെ പേര് വെളിപ്പെടുത്താൻ തയ്യാറാകാതിരുന്ന അദ്ദേഹം ഇനി അവരെയും കൂടി വിവാദത്തിലേക്ക് വലിച്ചിഴക്കണോ എന്നായിരുന്നു മറുചോദ്യം ചോദിച്ചത്. ഇത് പൊതുജനങ്ങളോട് വിശദീകരിക്കേണ്ട വിഷയമല്ലെന്നും എല്ലാ കൂടിക്കാഴ്ചകളുടെയും വിവരങ്ങൾ പരസ്യമായി വെളിപ്പെടുത്തേണ്ട ബാധ്യത സർക്കാരിനില്ലെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. നിക്ഷേപ സാധ്യതകൾ പരിശോധിക്കുന്ന ഘട്ടത്തിൽ രഹസ്യ സ്വഭാവമുള്ള ചർച്ചകൾ നടക്കുന്നത് സ്വാഭാവികമാണെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. അതേസമയം മുഖ്യമന്ത്രിയുടെ ഈ വിശദീകരണത്തോടെയും രാഷ്ട്രീയ വിവാദം അവസാനിച്ചിട്ടില്ല. ഹെലികോപ്റ്റർ യാത്രയുടെ ആവശ്യകത, ചിലവ്, യാത്രയുടെ സ്വഭാവം, നിക്ഷേപക സംഘത്തിന്റെ വിവരങ്ങൾ എന്നിവ സംബന്ധിച്ച് പ്രതിപക്ഷം കൂടുതൽ വ്യക്തത ആവശ്യപ്പെടുകയാണ്. ഔദ്യോഗിക ആവശ്യമായിരുന്നുവെങ്കിൽ ബന്ധപ്പെട്ട വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെടുന്നുണ്ട്. മറുവശത്ത് സംസ്ഥാനത്തിന് നിക്ഷേപം കൊണ്ടുവരുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് മുഖ്യമന്ത്രിയുടെ യാത്രയെന്നാണ് സർക്കാർ വൃത്തങ്ങൾ വിശദീകരിക്കുന്നത്. വികസനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് വേഗത നൽകാനാണ് ഹെലികോപ്റ്റർ ഉപയോഗിച്ചതെന്നും സർക്കാർ വ്യക്തമാക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ വിശദീകരണം പുറത്തു വന്നതോടെ ഹെലികോപ്റ്റർ യാത്രയെ ചൊല്ലിയുള്ള രാഷ്ട്രീയ ചർച്ചകൾക്ക് പുതിയ വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത്. ഇനി ഈ വിഷയത്തിൽ പ്രതിപക്ഷം സ്വീകരിക്കുന്ന നിലപാടും സർക്കാരിന്റെ തുടർ വിശദീകരണങ്ങളും ശ്രദ്ധേയമാകും.